ഹായ് ഗേൾസ്, എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും ചെയ്യണം. പിന്നെ എല്ലാവർക്കും നിങ്ങൾ വിട്ടുകൊടുക്കുക, അവരോടൊക്കെ കണ്ട് സബ്സ്ക്രൈബ് ലൈക്കൊക്കെ ചെയ്യാൻ പാടില്ല, കമൻറ്റും. അപ്പം ഇന്ന് എൻ്റെ അമ്മച്ചിൻ്റെ സ്പെഷ്യൽ ബിരിയാണിയാണ്. നമ്മൾ ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്. ഇന്നേക്ക് ചെമ്പട്ടി വെച്ചിട്ടുണ്ട്. എന്നിട്ടേക്ക് ഓയിൽ ഒഴിച്ചിട്ട് സൺഫ്ലവർ. ഇതിന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി ചെയ്ത റെസിപ്പി ഒന്നുമല്ല. വീട്ടിലൊന്ന് മക്കൾക്കൊക്കെ ബിരിയാണി വേണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഉണ്ടാക്കിയപ്പോൾ ഒന്ന് തോന്നി ഒന്ന് വീഡിയോ എടുക്കാമെന്ന്. ഇപ്പോൾ വീഡിയോസൊക്കെ ഇട്ടിട്ട് കുറേ ദിവസമായി, അപ്പോൾ ഒരു വീഡിയോ ഒക്കെ എടുക്കട്ടെ എന്ന് കരുതി. അപ്പം ബിരിയാണി ജീവിതത്തിൽ ഒരിക്കൽ കൂടി ഒരു വട്ടം പോലും ഉണ്ടാക്കാത്തവർക്ക് ഈ ഒരു വീഡിയോ കണ്ടാൽ ഒരു കോൺഫിഡൻസ് കിട്ടും. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയാണ് മെയിനായിട്ട് ഈ വീഡിയോ ഞങ്ങൾ ഇടുന്നത്. ഞങ്ങളിവിടെ 1.5 കിലോ അരിക്ക് 1 കിലോ ചിക്കനാണ്. ഞങ്ങൾ അരി ചിക്കനൊക്കെ സ്റ്റോക്ക് ഉണ്ടായപ്പോൾ ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിലേക്കുള്ള ഉള്ളി പൊരിക്കുകയാണ്. ഒരു അരിഞ്ഞ് വെച്ച ഉള്ളിയിൽ നിന്ന് 2 പിടുത്തം ഉള്ളി ഞങ്ങൾ പൊരിക്കാൻ വേണ്ടി ആ സൺഫ്ലവർ ഓയിലേക്ക് ഇട്ടിട്ട്. ഓയിലൊക്കെ നിങ്ങൾക്ക് പാരുമ്പോൾ ജസ്റ്റ് ഒരു ഐഡിയ കിട്ടും, കാരണം ചിക്കൻ പൊരിച്ചാണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പം ഈ ഉള്ളി എടുത്തിട്ട് നമുക്ക് ആ ചിക്കൻ അതിലിട്ടാൽ മതി. അപ്പോൾ കുറച്ച് ഓയിൽ അധികം പാർന്നാൽ മതി. അങ്ങനെ ഉള്ളി ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ അതിലേക്ക് നമ്മൾ അണ്ടിയും മുന്തിരിയും നമ്മളിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക, നന്നായി ഇളക്കി കൊടുക്കുക. അല്ലാഞ്ഞാൽ അതൊന്ന് അടി കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കിതൊന്നും കോരി വെക്കാം. അത്യാവശ്യം ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അണ്ടിയും മുന്തിരിയും നമ്മൾ സവാളയൊക്കെ നല്ല വാടിയിട്ടുണ്ട്. ഈ കളറാകുമ്പോൾ നമ്മൾ പാത്രത്തിലേക്ക് കോരി വെക്കുക. ചിക്കൻ ഞാൻ രാവിലെ തന്നെ ഞങ്ങൾ മസാലക്ക് നിങ്ങളെങ്ങനെ ചിക്കൻ പൊരിക്കാൻ വേണ്ടി കായം കൂട്ടുന്നത് അതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് കായം കൂട്ടിയാണ്ട് ഒന്ന് ഫ്രിഡ്ജിൽ വെക്കുക. അല്ലെങ്കിൽ അപ്പം തന്നെ നിങ്ങൾക്ക് ശരിയാക്കിയാണ്ട് പൊരിക്കുകയും ചെയ്യാം. അങ്ങനെ പിന്നെ കുറച്ച് നേരത്തെ തന്നെ ചിക്കനൊക്കെ മസാല ആക്കിയാണ്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഇതാണ് ഞങ്ങൾ ചിക്കന് മസാല ആക്കി വെച്ചത്. ഒന്നുമില്ല, നമ്മൾ എങ്ങനെയാണ് ചിക്കൻ നിങ്ങൾ നോർമൽ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഇതാക്കുന്നത് അതുപോലെ ഒന്ന് ആക്കിയാണ്ട്, ഒന്നില്ലെങ്കിൽ അപ്പം തന്നെ മസാല ആക്കിയാണ് അപ്പം തന്നെ പൊരിക്കുകയും ചെയ്യുക ബിരിയാണിക്കല്ലേ. അല്ലെങ്കിൽ കുറച്ച് മുന്നേ നിങ്ങൾക്ക് അത് മസാല ആക്കി വെക്കുകയും ചെയ്യുക. അപ്പം നമ്മൾ ആ സവാള നമ്മൾ ഇതെടുത്ത ബാലൻസുള്ള ഓയിലേക്ക് നമ്മൾ ചിക്കൻ ഇതാണ്. അപ്പം കുറച്ച് ഒരു 500ൻ്റെ ഒരു സൺഫ്ലവർ ഓയിൽ ഒരു പകുതി പാർന്നണേ, കാരണം നമ്മൾ സവാള അതിൽ ഫ്രൈ ചെയ്തെടുത്തു. പിന്നെ ചിക്കനും പൊരിക്കണം. ഇതിൽ ബാലൻസുള്ള ഓയിലേക്കാണ് നമുക്ക് ബിരിയാണിക്കുള്ള സവാള നമ്മൾ വഴറ്റുക. നമ്മൾ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞങ്ങൾ അടുപ്പിൽ വെള്ളം വെച്ചിട്ടുണ്ട്. നമ്മൾ അരി ഒന്ന് വേവിച്ചെടുക്കണമല്ലോ. അപ്പോൾ അതിലേക്ക് ആവശ്യമായ ഉപ്പ് നിങ്ങൾ ആഡ് ചെയ്യാം. ഉപ്പ് കുറച്ചൊന്നും ഇട്ടാൽ പോരെ, കാരണം ആ ചോറിനും കൂടിയുള്ള ഉപ്പ് നമ്മൾ കണ്ടറിഞ്ഞിടണം. വെള്ളം നല്ല ഉപ്പിൻ്റെ ടേസ്റ്റ് വരണം, ആ ഉപ്പ് രുചി വരണം. അല്ലെങ്കിൽ പിന്നെ നിങ്ങളൊന്ന് ആഡ് ചെയ്താണ്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് കുറച്ചും ഒരു സൺഫ്ലവർ ഓയിൽ ഒഴിക്കണം, നല്ലതാണ്. കാരണം ചോറ് തമ്മിൽ ഒട്ടാതിരിക്കാൻ നല്ലൊരു സോഫ്റ്റായിരിക്കാൻ, ഒരു ഒട്ടിപ്പൊന്നും ഇല്ലാതെ നല്ല ഇതിൽ ഊറ്റിയെടുക്കാനാണ്. അപ്പോൾ ചിക്കനൊന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല മൊരിഞ്ഞ് പൊരിക്കുകയും ചെയ്യാം. മൊരിഞ്ഞ് പൊരിക്കുമ്പം മാവിലിട്ട് അധികം വേവിക്കേണ്ടി വരില്ല. അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാണ്ട് കോരിയെടുക്കുക. അപ്പം ഞങ്ങൾ പകുതി വേവിലാണ്, മുളക് പൊടി ഒന്ന് കുറച്ച് പിടിക്കുന്ന രീതിയിലാണ് ഞങ്ങൾ പൊരിക്കുന്നത്. ഞങ്ങൾ മാറ്റിയെടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ആ ചിക്കൻ നമ്മൾ കോരിയെടുത്തല്ലോ, അതിലേക്ക് നമ്മൾ എരിഞ്ഞ് വെച്ച സവാള ഇടുകയാണ്. അപ്പോൾ ഞങ്ങളിവിടെ 1.5 കിലോ അരിയും 1 കിലോ ചിക്കനാണ് എടുക്കുന്നത്. അപ്പം 1 കിലോ അരിക്കും 1 കിലോ ചിക്കനും എടുക്കാം. ഞങ്ങൾ ചിക്കൻ അത്ര മതി എന്ന് വെച്ചാൽ നമ്മൾ ഇഷ്ടം പോലെ നിങ്ങൾക്ക് എങ്ങനെ വെച്ചാൽ എടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞങ്ങളൊരു 11-12 ഉള്ളി ഞങ്ങളിട്ടുണ്ട്. കാരണം ഉള്ളി എത്ര എടുത്താലും അധികം ആവില്ല, കാരണം അത് വാടി വരുമ്പോൾ കുറച്ച് ഉണ്ടാവുള്ളൂ. മസാല കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടി എടുക്കാം. അല്ലെങ്കിൽ 1 കിലോ അരിക്ക് ഒരു 6-7 ഉള്ളി മതി. ഞങ്ങളത് 1.5 കിലോ ഉണ്ട്. അപ്പോൾ ഞങ്ങളൊരു 11-12 ഉള്ളി എടുത്താണ്. അപ്പം നമ്മൾ ഇതിലേക്ക് സവാള ഇട്ടാണ്ട് കുറച്ച് ഉപ്പിട്ടാണ്ട് നല്ല ഇളക്കി മൂടി വെക്കുക. മൂടി വെക്കുമ്പോൾ സവാള പെട്ടെന്ന് വാടി കിട്ടും. എന്നിട്ട് നമ്മൾ ആ മൊരിഞ്ഞ് വെച്ച ഉള്ളി ഉണ്ടല്ലോ, ബിരിയാണിക്ക് നമ്മൾ പൊരിച്ച് വെച്ചിട്ട് ഉള്ളിയില്ലേ, അതിലേക്ക് മല്ലിയില ഒന്ന് അരിഞ്ഞ് വെച്ചിടുക. പച്ചമല്ലിയില അരിഞ്ഞാണ്ട് ഇടുക. ഇതുണ്ടല്ലോ ബിരിയാണി മസാലയാണിത്.
അതായത് നമ്മളൊരു കൂട്ട് വാങ്ങുമല്ലോ പൊടിക്കാൻ വേണ്ടി, അത് ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുത്തതാണ്. അത് ജസ്റ്റ് ഇതിലൊന്ന് ഇടാം, ചോറിനൊരു രുചി ഇട്ടാൻ വേണ്ടിയാണ്. വേണവർക്ക് ഇട്ടാ കുറച്ച് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് ഞാൻ 2 സ്പൂൺ ഇട്ടാണ്. ഇത് നല്ലോണം ഇളക്കി കൊടുക്കുക, ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഒരു 1.5 സ്പൂൺ കുരുമുളക് പൊടിയും അതിലേക്ക് തന്നെ ഇടുന്നുണ്ട്. അപ്പോൾ പൊരിച്ച് വെച്ച മസാലയ്ക്ക് 2 സ്പൂണ് ബിരിയാണി മസാലയും പിന്നെ 1 സ്പൂണാണ് മതി. എരിവ് അധികം പറ്റാത്തവർക്ക് കുറച്ചിട്ടാൽ മതി. ഒക്കെ നിങ്ങൾ ടേസ്റ്റിനും അനുസരിച്ച് നിങ്ങളിടുക. അത് ഒന്ന് മാറ്റി വെക്കുക. അതൊക്കെ റെഡിയാക്കിയാണ്ട് ഒരു ഉള്ളി നന്നായി വാടി വരുമ്പോൾ തക്കാളി ഞങ്ങളൊരു 11-12 ഉള്ളിക്ക് ഒരു 5 തക്കാളിയാണ് എടുത്തത്. പിന്നെ നമ്മൾ തൈര് ഒഴിക്കുമല്ലോ, അപ്പോൾ നിങ്ങൾ 6 ഉള്ളി എടുക്കുകയാണെങ്കിൽ ഒരു 3-4 തക്കാളി എടുക്കുക. നമ്മൾ ഉള്ളി എടുക്കുന്നതിൻ്റെ ഒരു പകുതി നമ്മൾ ഏകദേശം ഒരു ഐഡിയ അനുസരിച്ച് നിങ്ങൾ എടുക്കുക. അപ്പോൾ ഞങ്ങളൊരു 11 ഉള്ളിക്ക് ഞങ്ങളൊരു 6 തക്കാളിയാണ് എടുത്തത്. അപ്പോൾ നമ്മളിതും മൂടി വെക്കുക. ഒന്നുകൂടി തക്കാളി ഉള്ളി ഒന്ന് നല്ലോണം വേവാൻ വേണ്ടി. അപ്പോൾ വെള്ളം നല്ലോണം തിളച്ചിട്ടുണ്ട്. നമ്മൾ അരി ഇടുക. അപ്പോൾ അരി ഇടുമ്പോൾ സൂക്ഷിക്കേണ്ടത് ഒരു 1/2 വേവാണ് എടുക്കേണ്ടത്. അതാണ് ബിരിയാണിയിൽ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അതായത് ഒരു ജസ്റ്റ് ഒന്ന് വെന്തെല്ലാം തോന്നുന്ന ഒരു മെത്തേഡ് ഉണ്ടാവുമല്ലോ, അതിലാണ് നമ്മൾ അരി എടുക്കേണ്ടത്. അപ്പോൾ ഇടയ്ക്ക് വന്ന് ഇളക്കി കൊടുക്കണം, ഇളക്കാണ്ട് വേവ് നോക്കണം. അരി ഇട്ടാണ്ട് നമ്മൾ അതിലേക്ക് മൈൻഡ് ചെയ്യാതെ എന്നാൽ വേവ് ഏറിയാൽ പിന്നെ നമ്മൾ ദമ്മിടുമ്പോഴൊക്കെ ഒന്നുകൂടി ഒന്ന് വേവ് ഏറി ബിരിയാണിയുടെ ടേസ്റ്റ് ആകെ ഒരു ഇതായി പോവും. അതാകുമ്പോൾ അരി വേവ് പാകമായാലും ബിരിയാണി തന്നെ നല്ലൊരു സോഫ്റ്റ് നല്ലൊരു വൃത്തിയും കാണാനുണ്ടാവും. നന്നായി അരി ഇട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കണേ. നമ്മൾ മസാല ഒന്ന് നോക്കാം. മസാല ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. നമ്മളിപ്പോൾ ഒന്നും ഇട്ടിട്ടില്ല, ഉള്ളിയും നമ്മൾ തക്കാളി മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ നന്നായി വാടി നല്ല വഴറ്റി വന്നിട്ടാണ് നമ്മളിതിൻ്റെ ബാക്കി ഇൻഗ്രീഡിയൻസൊക്കെ ചേർക്കാം. അപ്പോൾ എന്നിട്ട് നമുക്കിത് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി 3 മിക്സ് ചെയ്തതാണ്. അപ്പോൾ ഞാൻ ഒരു പൊടി പച്ചമുളക് എടുത്തതിന് അത്യാവശ്യം എരിവാണ്, നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് എരിവാണ്. ഞങ്ങൾ ഒരു പിടുത്തം കുറച്ച് അധികം പച്ചമുളക് എടുത്തതിന് ഒരു 4 വെളുത്തുള്ളി എടുത്തതിന്. 1 കിലോ അരിയാണെങ്കിൽ 3 വെളുത്തുള്ളി എടുക്കുക. ഞങ്ങളുടെ 1.5 കിലോ അരി ഉണ്ട്. അപ്പോൾ ഞങ്ങൾ 4 വെളുത്തുള്ളി എടുത്തതിന് ഒരു 2 കഷ്ണം ഇഞ്ചി എടുത്ത് 3 കൂടി അപ്പം മിക്സ് നമ്മൾ അരച്ചതാണ്. അപ്പോൾ അത് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് നന്നായി ഇളക്കി കൊടുക്കുക. ബിരിയാണി മസാലപ്പൊടി ഇടാം. ഒരു 5 ടേബിൾ സ്പൂൺ 4 ടേബിൾ സ്പൂണ് ബിരിയാണി മസാലപ്പൊടി ഇടണം. എന്നാലും ഒരു സ്മെല്ലും ആ ടേസ്റ്റും ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കടയിൽ റെഡിമെയ്ഡ് പാക്ക് വാങ്ങാൻ കിട്ടും. അതാണെങ്കിൽ ഒരു പകുതി ഒരു 1/4 ഭാഗം കൊണ്ട് നിങ്ങൾ ഇട്ടെടുത്താൽ മതി. ഇത് വേണമെങ്കിൽ ഇടാം. ഞങ്ങൾ മറ്റേ ഒരു റെഡിമെയ്ഡ് വാങ്ങിക്കുകയാണ്. പൊടിച്ചാൽ മതി, മിക്സിയിലിട്ടൊന്ന് ആ മിക്സെല്ലാം കൂടി പൊടിച്ചാൽ മതി. ഇങ്ങനെ റെഡിമെയ്ഡും കിട്ടും. അപ്പോൾ നിങ്ങൾ 4-5 സ്പൂണ് നിങ്ങളിടാം. ഇത് കുറച്ച് മല്ലിയിലൊന്ന് ഇട്ട് കൊടുക്കുക. അപ്പം നമ്മൾ ഉള്ളി ഇട്ടു, തക്കാളി ഇട്ടു, പിന്നെ ആ 3 കൂടി അരച്ച പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ഇട്ട് അരച്ചതിട്ടു, മല്ലിയിലിട്ടു, ഒരു 4-5 സ്പൂണ് ബിരിയാണി മസാല പൊടി ഇട്ടു. ഒരു 1.5 കിലോനാകുമ്പോൾ അത്ര 2 എടുക്കുമ്പോൾ അതിലേറെ ഇടുക. 1 സ്പൂൺ 2 സ്പൂണൊന്നും ഇവിടെ എത്തൂല. ഒരു 2 കിലോനൊക്കെ ആകുമ്പോൾ ഒരു 5-6 സ്പൂണൊക്കെ നിങ്ങളിടുക. 1 കിലോനൊക്കെ ആകുമ്പോൾ ഒരു 4 സ്പൂണ് അങ്ങനെ ജസ്റ്റ് ഇട്ടാണ്ട് ഒന്നുകൂടി ഇളക്കി ഒന്ന് സ്മെല്ല് ചെയ്ത് നോക്കുക. മസാലേൻ്റെ കൂട്ട് ടേസ്റ്റ് ഉണ്ട് നോക്കുക, ഇല്ലെങ്കിൽ പിന്നെ ഇടുക. അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഉപ്പില്ല, ഉപ്പ് പോരായുണ്ട്. അപ്പോൾ കുറച്ചുകൂടി ഉപ്പ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. നന്നായി ഇളക്കണം. നല്ല ഉപ്പും ഇതൊക്കെ ഒന്ന് മിക്സ് ആയതുകൊണ്ട് എല്ലായിടത്തും എത്തുള്ളൂ. എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്യുന്നത് ചിക്കൻ ഉണ്ടല്ലോ, അതൊന്ന് അതിൽ ഇട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായി പൊരിക്കുകയാണെങ്കിൽ ഒന്നൊരു ടേസ്റ്റ് ഉണ്ടാവും. പക്ഷെ ഞങ്ങൾ ഹാഫ് ആക്കിയിട്ടുള്ളൂ. തൈരിൽ കിടന്ന് വേവുമല്ലോ. നന്നായി പൊരിക്കുകയാണെങ്കിൽ വല്ലാതൊന്നും ഇടേണ്ട. തൈരൊക്കെ പറഞ്ഞാൽ ജസ്റ്റ് വേഗം ഫ്ലെയിം ഓഫ് ചെയ്യുക. അങ്ങനെ ഓൾറെഡി വന്നിട്ടുണ്ടല്ലോ. എന്നിട്ട് ചിക്കൻ ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഞങ്ങൾ ഈ തൈര് പാക്കിൻ്റെ പകുതി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങളെ പുളിക്കനുസരിച്ച് എത്ര ഇത് വേണ്ടെന്ന് വെച്ചാൽ അതിന് ഒഴിച്ചു കൊടുക്കുക. 1.5 കിലോ അരിയാകുമ്പോൾ പകുതി ഇല്ലെങ്കിലും കുറച്ച് പകുതിയുടെ അടുത്ത് വരെ നിങ്ങൾ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക. മഞ്ഞൾപ്പൊടി ഇടണില്ല, കാരണം നമ്മൾ മസാല കൂട്ടുമ്പോൾ അതിൽ മഞ്ഞൾപ്പൊടി ഇട്ടണമല്ലോ, അത് മതി. എന്നിട്ട് 1 സ്പൂൺ കുരുമുളക് പൊടി ഇടുന്നുണ്ട്. നിങ്ങൾ
നിങ്ങൾക്ക് എത്ര എരിവ് വേണമെന്നനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഞങ്ങൾക്ക് കുറച്ച് എരിവും പുളിയൊക്കെ വേണം. അപ്പം ഞങ്ങൾ ഇവിടെ 2 സ്പൂണ് കുരുമുളക് പൊടി ഇട്ടുന്നത്. അപ്പം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പുളിയില്ല തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടെ തൈര് ഇട്ട് കൊടുക്കുക. വീണ്ടും മല്ലിയില കുറച്ചുകൂടി ഇട്ട് കൊടുക്കുക. മല്ലിയില ആദ്യം തന്നെ ഫുള്ളായിട്ട് ഇടണ്ട, കാരണം ചിക്കനൊക്കെ ഇട്ട് ഒന്നുകൂടി ആകുമ്പോൾ കുറച്ചുകൂടി മല്ലിയില ഇടുക. എരിഞ്ഞ് വെച്ച് കട്ട് ചെയ്തത് പകുതി അപ്പം ഇട്ടാൽ മതി. ബാക്കി പിന്നെ ചിക്കനൊക്കെ ഇട്ടിട്ട് അതിൽ കറിവേപ്പിലയും നമ്മൾ ഇട്ട് കൊടുക്കുക. അതിനിപ്പം കറിവേപ്പിലയും മല്ലിയിലും ഇട്ട് നന്നായി നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്തിടുമ്പോഴും നന്നായി ഇളക്കി കൊടുക്കണം, എന്നാലാണ് ടേസ്റ്റ് എല്ലായിടത്തും എത്തുള്ളൂ. അല്ലെങ്കിൽ ഒരു ഭാഗത്ത് മാത്രം ഉപ്പുണ്ടാവും. ഇത് നമ്മുടെ കടയിലെ ബിരിയാണി മസാലയാണ്. അതും വേണമെങ്കിൽ 1 സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുക. രണ്ടും ഞങ്ങൾ വീട്ടിലുണ്ട്. ഒന്ന് ഞങ്ങൾ പൊടിച്ചതുമാണ്, ഇത് റെഡിമെയ്ഡുമാണ്. അപ്പം പോരാന്ന് തോന്നുമ്പോൾ ഒന്നുകൂടി നിങ്ങൾ ബിരിയാണി മസാല ഇട്ട് കൊടുക്കുക. ഇത് ഒന്നിട്ടാൽ മതി. ഞങ്ങൾ രണ്ടും ഉണ്ടായപ്പോൾ രണ്ടും ജസ്റ്റ് ഒന്ന് ഇട്ടുന്നേ ഉള്ളൂ. നന്നായി മിക്സ് ചെയ്യുക. മഞ്ഞൾപ്പൊടി വേണവർക്ക് ഒരു നുള്ളു ഇടട്ടെ മസാലയ്ക്ക്. ഞങ്ങൾ പിന്നെ ചിക്കനിൽ ഇട്ടുകൊണ്ട് ഞങ്ങൾ ഓവർ മഞ്ഞൊന്നും ഉണ്ടാവില്ല. നമ്മൾ കല്യാണ വീട്ടിലെ ചോറൊക്കെ ഓവർ മസാല ഒന്നും ഓവർ മഞ്ഞ കളറൊന്നും ഉണ്ടാവില്ലല്ലോ. വേണവർക്ക് ഇടാം, ഒന്ന് ഭംഗി ഉണ്ടാവാൻ വേണ്ടി. ഞങ്ങൾ ചിക്കനിൽ പൊരിക്കാട്ടപ്പോൾ അത്ര ഇടണുള്ളൂ. ഒന്ന് മൂടി വെച്ചാണ്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഒത്തിരി നേരം ഒന്ന് മൂടിച്ച് വേവിച്ചാൽ മതി. പൊരിച്ചിട്ടുകൊണ്ട് ചോറ് വെന്തോളം നോക്കണം ഇടയ്ക്കിടയ്ക്ക്. അപ്പം ഞാൻ ഒരു ഹാഫ് വേവ് ഞങ്ങളിവിടെ ചോറ് ഊറ്റുകയാണ്. അരി നന്നായി ഒരു പാക വേവിൽ വെന്തിട്ടുണ്ട്. ഓവർ വേവായാൽ പിന്നെ ആ ബിരിയാണീൻ്റെ ഒരു ഇതന്നെ പോകും, എന്താണെന്ന് പറയുക, ആ ടേസ്റ്റ് തന്നെ പോകും, ആകെ കലങ്ങിയും ഇതാവും. അപ്പോൾ ഒരു ഹാഫ് വേവിൽ ഞങ്ങളിട്ട് എന്നിട്ട് മസാല ഞങ്ങൾ ഒരു ചെറു കണലിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. കണലൊക്കെ വാര അടുപ്പിലുള്ള. എന്നിട്ട് ആ മസാലൻ്റെ മേലെ നമ്മൾ ഊറ്റിയ ചോറൊന്ന് ഇട്ട് കൊടുക്കുക. അപ്പം നമ്മൾ ചോറ് ഒരു കുറച്ച് പാളിയായിട്ട് നമുക്ക് ഈ പൊരിച്ച ഉള്ളി ഇട്ടെടുക്കുക. കുറച്ച് ചോറ് നമ്മൾ ഇട്ടു, എന്നിട്ടൊന്ന് സെറ്റാക്കിയാണ്ട് അതിൻ്റെ മീതെ നമ്മൾ കൂട്ടി വെച്ച ആ ഉള്ളി പൊരിച്ചതും മുന്തിരി കുരുമുളക് പൊടി ബിരിയാണി മസാല ഒക്കെ ഇട്ട് കൂട്ടി വെച്ചതില്ല, അതൊന്ന് കുറച്ചിട്ട് കൊടുക്കുക. വീണ്ടും നമ്മൾ അതിൻ്റെ മുകളിൽ കുറച്ചുകൂടി ചോറിടുക. എന്നിട്ട് ഒരു ലെയറായി ഇങ്ങനെ ഇട്ട് കൊടുത്താൽ ഒന്നൊരു ടേസ്റ്റ് കൂടും. നമ്മളെല്ലായിടത്തും ചിലവർ മുകളിൽ ഇട്ടാണ്ട് ഒന്നായിട്ട് ഇളക്കലാണ്. പക്ഷെ ഇങ്ങനെ ലെയറായിട്ട് ഇട്ടുകൾക്ക് ഇടാം, അല്ലെങ്കിൽ ചോറ് ഒന്നായിട്ട് ഇട്ടിട്ട് അതിന് മുകളിൽ ആ പൊരിച്ചത് ഇട്ടാലും മതി. ഞങ്ങളിവിടെ ഒരു ലെയറായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് ഇങ്ങനെ ഈ കൂട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ചോറൊക്കെ ഇട്ടു, ആ ഈ മസാലക്കൂട്ട് ഇട്ടു. പിന്നെ ഈ 6 kg നെയ്യ് ഉണ്ടല്ലോ, 1 കിലോ അരിക്ക് ഒരു ചെറിയ കുപ്പി ഉണ്ട്, ഇതാണ് ഏറ്റവും ചെറിയ കുപ്പി, അത് ഇടാം. ഞങ്ങൾ 1.5 കിലോ അരിയാണ്. അപ്പോൾ നാളെ ഞങ്ങൾ ബിരിയാണി വെച്ചതിൻ്റെ ഒരു ബാലൻസ് ഉണ്ട് ഇനി വേറൊരു കുപ്പിയിൽ. ഇത് ഞങ്ങൾ ഫുള്ള് ഒഴിച്ചു. എന്നിട്ട് ആ ബാലൻസുള്ള പകുതി ഞങ്ങൾ ഒഴിച്ചു കൊടുക്കുകയാണ്. 6 kg വേണം, നല്ല ബിരിയാണി ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ ചിലർ സൺഫ്ലവർ ഒഴിക്കുന്നവരും ഉണ്ട്. പക്ഷെ ഡാൽഡ ഞങ്ങൾ യൂസ് ചെയ്യാറില്ല. ഡാൽഡ ആകുമ്പോൾ ചൂടൊക്കെ ആറുമ്പോൾ ഒരു ഇതാണ്, ഒരു നമ്മുടെ കയ്യിലൊക്കെ ഒരു നെയ്യാവണത്, നമ്മളെ വായയിലൊക്കെ. ഇതാകുമ്പോൾ ആ പ്രശ്നമില്ല. അപ്പം ഞങ്ങൾ ഈ ചെറിയ കുപ്പിയും ഇതുപോലത്തെ ഒരു ചെറിയ കുപ്പിയിൽ പകുതി ഉണ്ട്. അങ്ങനെ 1.5 കുപ്പി 6 kg ഞങ്ങൾ ഒഴിക്കുന്നുണ്ട്. 2 കിലോ അരിയാകുമ്പോൾ ഇതിൻ്റെ ഒരു വലിയൊരു കുപ്പി ഉണ്ട്, അത് ഒഴിച്ചാൽ മതി. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഒന്നായിട്ട് നിങ്ങൾ ഒഴിച്ചാൽ അത് താഴോട്ട് ഇറങ്ങി പോവും. പിന്നെ നമ്മൾ മേലെ മൂടിയൊക്കെ വെച്ച് ഒരു കനലെന്തി വെച്ചാൽ നന്നായി നെയ്യൊക്കെ ഒന്ന് അടിക്ക് ഇറങ്ങി ഒന്ന് മിക്സാവും. ആവിയൊന്നും പോകാതെക്കാൻ ഒരു കനലുള്ള എന്തെങ്കിലും ഒന്ന് വെച്ചെടുക്കണം, നല്ലതായിരിക്കും. ചിലർ മൈദ പൊട്ടിച്ചെടുക്കും. ഞങ്ങളൊരു അങ്ങനത്തെ ഒരു കല്ല് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ടൊരു 1 മണിക്കൂർ പിന്നെ ഒന്ന് മറന്ന് ഞങ്ങൾ നെയ്യ് ഒഴിച്ചതിന് ശേഷം പിന്നെ സോയാ സോസ് ഒഴിച്ചെടുക്കുകയാണ്. നിർബന്ധമൊന്നുമില്ല, ഇവിടെ സ്റ്റോക്ക് ഉണ്ടേന്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ ഒരു 2-3 സ്പൂൺ സോയാ സോസ് മുകളിൽ ഒഴിച്ചെടുക്കാം. നമ്മൾ ബിരിയാണിക്ക് അഡീഷണലായിട്ട് എന്ത് അധികം ആഡ് ചെയ്താലും ടേസ്റ്റ് കൂടെ ഉണ്ടാവുള്ളൂ, ഒന്നും കുഴപ്പമില്ല. ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചെടുത്താൽ മതി. ഞങ്ങൾ ബാലൻസ് ഉള്ളതുകൊണ്ട് ഒഴിച്ചെടുത്തതാണ്. ഇവിടെ ഞങ്ങളൊരു 5 മണിക്ക് 6 മണിക്ക് ഞങ്ങൾ ദമ്മിട്ടു. പിന്നെ ഒരു രാത്രി 7 ആയപ്പോൾ അത് പൊളിച്ചാണ്ട് മാറ്റാണ്. ചോറ് വേറൊരു ചെമ്പിലേക്ക് മാറ്റാണ്. ചോറ് മാത്രം ഒന്ന് സെപ്പറേറ്റ് വേർതിരിക്കുക.
അപ്പോൾ ഞങ്ങൾ കംപ്ലീറ്റ് ചോറ് വേറെ പാത്രത്തിലേക്ക് മാറ്റുകയാണ്. കുറച്ച് മസാലയും ആഡ് ചെയ്തോളൂ, നല്ല ചോറ് ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ചോറ് കംപ്ലീറ്റ് നമ്മൾ മാറ്റിയതിന് ശേഷം ചോറ് നന്നായി ഇളക്കി കൊടുക്കണം. നെയ്യും ഇത് സോയ സോസ് നമ്മളെല്ലാം ഇട്ടില്ല, അപ്പോൾ ചോറ് നന്നായിട്ടൊന്ന് മിക്സ് ആവാൻ വേണ്ടി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പം നമ്മൾ എൻ്റെ അമ്മച്ചിനെ ടേസ്റ്റ് ബിരിയാണി ആയിട്ടുണ്ട്. ഞാനാണ് എല്ലാവർക്കും കൊടുക്കുന്നത്. ഇതാരാ അറിയിരിക്കുന്നത് ടേബിൾ മേലെ ഒരു കുട്ടി ഇരുന്നാലൊക്കെ നമ്മളോട് വന്നത്. അത് നെഷ്വ, പിന്നെ അശ്മീരുണ്ട്, പിന്നെ സോനുണ്ട്, പിന്നെ അനിയൻ പ്രാവശ്യം ഞാനുണ്ട്. ബിരിയാണി വിളമ്പെടുക്കുന്നത് ഞാനാണ് കേട്ടോ. നിങ്ങൾക്ക് പിന്നെ ഒന്നും അറിയില്ല, അപ്പോൾ ഞാൻ പരിചയമൊന്നും വിടുന്നില്ല. അപ്പോൾ നമ്മൾ ഹാപ്പി ആയിട്ട് ബിരിയാണിക്ക് നിന്നാൽ നിങ്ങളല്ലേ ഹാപ്പി ആയിട്ട് ലൈക്കോ സബ്സ്ക്രൈബൊക്കെ ചെയ്യൊക്കെ നല്ല ഇഷ്ടം ചെയ്യുന്നത്. എന്നാൽ നിങ്ങൾക്ക് എല്ലാവരും ഡാറ്റ നാഷ്മീനോ നെഷ്വീം ഇന്നമ്മ ചൂണ്ടി അയച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ എല്ലാവരും കൈ വെച്ച് ബിരിയാണിക്ക് ഞാനും കൈ വെച്ചു. നെഷ്വ അങ്ങനെ കൈ കുത്തക്ക് നിങ്ങൾ കണ്ടില്ല. എൻ്റെ മുമ്പത്തെ പറഞ്ഞ് പല്ല് പറഞ്ഞു രണ്ടെണ്ണം മുമ്പോളത്തത് ഒന്നടി. നിങ്ങൾ കണ്ടില്ല എൻ്റെ പല്ലൊക്കെ പറഞ്ഞ മാമായിരുന്നു. അപ്പം നിങ്ങൾ എൻ്റെ അമ്മച്ചിൻ്റെ ബിരിയാണിക്ക് ഉണ്ടാക്കി നോക്കേണ്ടി. നല്ല ടേസ്റ്റാണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു എൻ്റെ അമ്മച്ചി ബിരിയാണി ഉണ്ടാക്കിയത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഇപ്പം ചെയ്തോട്ടെ. ഞാൻ അടുത്ത വീഡിയോ വീണ്ടും വരും. ബൈ ബൈ.